സ്നേഹമുള്ള കൂട്ടുകാരെ, ഹായ്. നമ്മൾ എന്നത്തേതും പോലെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നതും പരസ്പരം നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ വിലയിരുത്തൽ. നമ്മൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യും, പല വിഷയങ്ങളിലും നമ്മൾ അഭിപ്രായം പറയും. പക്ഷേ നമ്മളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ മനുഷ്യർ നമ്മളൊന്ന് ആലോചിച്ചേ. എത്ര 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 ജീവികളുണ്ട് നമ്മുടെ ഈ ലോകത്ത്. പക്ഷികളുണ്ട്, മത്സ്യങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്, വൃക്ഷങ്ങളുണ്ട്. അങ്ങനെ ജീവനുള്ള ഏതെല്ലാം ജീവജാലങ്ങൾ കിടക്കുന്നു, ആയിരക്കണക്കിന് ജീവജാലങ്ങൾ. അതിൽ നമ്മുടെ സ്ഥാനം എന്താ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ജീവജാലങ്ങളിലൊക്കെ നമ്മളാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജീവി. മനുഷ്യനാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജീവി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒന്നുകൂടി പരിശോധിച്ച് നോക്കാം. മറ്റ് ജീവികളിൽ നിന്ന് നമുക്കുള്ള വ്യത്യാസം എന്താ? ഇപ്പം തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളൊന്ന് ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ചിരിക്കാൻ ഏതൊക്കെ ജീവികൾക്ക് പറ്റും? ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് മാത്രമേ പറ്റൂ. ചിരിക്കാൻ നമുക്ക് മാത്രമേ പറ്റൂ. ചിലരെ നമ്മൾ അധിക്ഷേപിക്കുമ്പോൾ പറയും, നീ ഇളിക്കാടാന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ? കുരഞ്ഞ് ചിരിക്കാൻ ശ്രമിക്കുന്നതിനെ ഇളിക്കുക എന്ന് പറയുന്നത്. അതാണ് ഒരു അടുത്തടുപ്പിച്ച് നിൽക്കുന്ന ചിരിയിലെ ഒന്ന്. അപ്പോൾ ചിരിക്കാൻ കഴിയുന്ന ഏക ജീവി മനുഷ്യനാണ് എന്ന് മാത്രമാണോ? നമ്മൾ ശ്രദ്ധിച്ചു നോക്കി. നമ്മുടെ നട്ടെല്ല് നിവർത്തി നമുക്ക് രണ്ട് കാലയിൽ നടക്കാൻ കഴിയുന്ന ജീവി അധികം ജീവികളില്ല. അതിലേറ്റവും ശ്രേഷ്ഠമായ ജീവിയും നമ്മളാണ്. നമുക്കതും കഴിയും. അതുകൊണ്ട് മാത്രം കഴിഞ്ഞോ കാര്യങ്ങൾ? നമുക്ക് മലർന്നു കിടന്ന് ആകാശത്തേക്ക് നോക്കാൻ പറ്റും. നമുക്കറിയത്തില്ലേ, നല്ല നിലാവുള്ള രാത്രിയിലൊക്കെ വീടിൻ്റെ മുറ്റത്തിറങ്ങിയിട്ട് എന്തെങ്കിലും വിരിച്ച് അതിലിങ്ങനെ കിടന്ന് മുകളിലേക്ക് നോക്കിയാൽ നമുക്ക് ആയിരക്കണക്കിന് നക്ഷത്രങ്ങളെ കാണാം. നമുക്ക് ചന്ദ്രനെ കാണാം. എന്തെല്ലാം അത്ഭുതങ്ങൾ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ മലർന്നു കിടന്നല്ലേ ചെയ്യാൻ പറ്റൂ? അങ്ങനെ മലർന്നു കിടക്കാൻ പറ്റുന്ന എത്ര ജീവികളുണ്ട്? മനുഷ്യനേ ഉള്ളൂ. അപ്പോൾ മനുഷ്യനെ നമുക്ക് ഒത്തിരി ശ്രേഷ്ഠതകളുണ്ട് നമുക്ക്. അത് മാത്രമാണോ? നമ്മുടെ ശ്രേഷ്ഠതയും നമ്മളാരാ? ഇപ്പം നമുക്കൊരു ജീവിതം കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ജനിച്ചത് ഈ മറ്റ് ജീവജാലങ്ങളെപ്പോലെ നമ്മൾ ജനിച്ചിരുന്നെങ്കിലോ? അപ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ മനുഷ്യജീവൻ, അതിൽ അഭിമാനം കൊള്ളണം. നമ്മൾ ശ്രേഷ്ഠന്മാരാണ്. നമ്മൾ എന്താണ് നമ്മൾ വിലയിരുത്തുമ്പോൾ? നമ്മുടെ തൊട്ടടുത്ത് കാണുന്ന ഒരു വൃക്ഷത്തെ നോക്കി, ഒരു ചെടിയെ നോക്കി, ഒരു മരത്തെ നോക്കിക്കേ. എന്താ പ്രശ്നം? വെയിൽ വന്നാലും കാറ്റ് വന്നാലും മഴ വന്നാലും അവരവിടെ തന്നെ നിന്നത് സഹിക്കുക അല്ലേ? അപ്പോൾ അവർക്ക് സഞ്ചരിക്കാൻ കഴിയത്തില്ല, അവർക്ക് ചലിക്കുവാൻ കഴിയുന്നില്ല, വൃക്ഷങ്ങൾക്ക് ചലിക്കാനാവുന്നില്ല. വൃക്ഷം വെട്ടാൻ വേണ്ടി ശത്രുക്കൾ വരുമ്പം അവരുടെ ശത്രുക്കളാണല്ലോ മരം വെട്ടിയിടാനായിട്ട് കോടാലിയൊക്കെ ആയിട്ട് ആൾക്കാർ വരുന്നത്. അവർ വന്ന് വെട്ടിയിടാൻ വരുമ്പം ആ മരത്തിന് ഓടിപ്പോകാൻ പറ്റുമോ? നമ്മളെ ഒരു പട്ടി അടിക്കാൻ വന്നാൽ നമുക്ക് ഓടിപ്പോകത്തില്ലേ? അത് ഓടിപ്പോകാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ആ മരങ്ങൾ എത്ര വേദന അനുഭവിക്കുന്നുണ്ട്, എത്ര വേദന അനുഭവിക്കുന്നുണ്ട് ആ മരങ്ങൾ എന്ന് ആലോചിച്ച് നോക്കി. ആ മരങ്ങൾക്കും വേദനയുണ്ട്, ചിന്തിക്കാനും ഒക്കെ കഴിയും. ഇന്നത് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ ഉപകരണങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ജഗദീഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന ഇന്ത്യക്കാരനായ ഒരു ശാസ്ത്രജ്ഞൻ, അന്ന് ഇതുപോലുള്ള ഉപകരണങ്ങളൊന്നുമില്ല, അദ്ദേഹം കണ്ടുപിടിച്ചു ഈ സസ്യങ്ങൾക്കും വിചാരാദികളുണ്ട്. വേദനയറിയാം. അതിനെ സ്നേഹിക്കുന്നവർ, അതിന് വളമിടുന്നവർ, അതിന് വെള്ളം കൊടുക്കുന്നവർ അടുത്തുകൂടി വരുമ്പോൾ സന്തോഷിക്കുന്നുണ്ട്. ആ മരം വെട്ടുന്നവർ വരുമ്പോൾ, ദൂരേന്ന് വരുമ്പോൾ തന്നെ അവർ ഭയവിഹ്വലരാകുന്നുണ്ട്. ഇതെല്ലാം ഇതിനു മുമ്പ് കണ്ടുപിടിക്കപ്പെട്ടതാണ്. ഇപ്പോൾ ധാരാളം കണ്ടുപിടുത്തങ്ങൾ, പിന്നെ അതിനുശേഷം ഉപകരണങ്ങൾ കണ്ടുപിടിച്ചതോട് വഴി കണ്ടുപിടുത്തങ്ങൾ വളരെയധികം ഉയർന്ന സ്ഥാനത്തേക്ക് നമുക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ സ്ഥിതി. ഇനി നമ്മൾ മറ്റു മൃഗങ്ങളെ നോക്കിയേ. ഓരോ മൃഗത്തെ നമ്മൾ നിരീക്ഷിച്ച് നോക്കുക, ഓരോ ജീവജാലങ്ങളെ നമ്മൾ നിരീക്ഷിച്ച് നോക്കുമ്പം അതിനെല്ലാം അതിൻ്റെ കുറവുകളുണ്ട്. മനുഷ്യൻ അതിനെയെല്ലാം വേട്ടയാടുന്നത് എപ്രകാരമാണെന്ന് ആലോചിച്ച് അതിൻ്റെ ദൗർബല്യങ്ങൾ നോക്കിയാണ് മനുഷ്യൻ അതിനെ വേട്ടയാടുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വേട്ടയാടുന്നവർ കൊല്ലുന്നതൊന്നും നല്ലതല്ല, വേറെ കാര്യം. പക്ഷേ എങ്കിലും ആ കൊല്ലുന്നവർ അവരുടെ ദൗർബല്യം കണക്കാക്കിയാണ് ഓരോ ജീവികളെയും കൊല്ലുന്നത്. അങ്ങനല്ലേ ചെയ്യുന്നത്?
അതേസമയം ഇവരെ എല്ലാം ഉപദ്രവിക്കണമെന്ന് തോന്നിയ മനുഷ്യൻ അവരെ ഉപദ്രവിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ ജീവജാലങ്ങളെയും, എല്ലാ പക്ഷികളെയും, മൃഗങ്ങളെയും, മത്സ്യങ്ങളെയും, വലിയ തിമിംഗലത്തെ വരെ, നീല തിമിംഗലത്തെ വരെയാണ് മനുഷ്യൻ വേട്ടയാടുന്നത്. എന്തിനാണെന്നറിയോ? എണ്ണയ്ക്ക് വേണ്ടി. കോട്ട് ലിവർ ഓയിലെന്നും ഷാർക്ക് ലിവർ ഓയിലെന്നൊക്കെ പറഞ്ഞ് ഓയിലുകൾ, ലിവറിൻ്റെ ഓയിലുകളാണ്, വലിയ ലിവറുകളാണ് ഈ തിമിംഗലത്തിനുള്ളത്. അതെന്നാന്ന് കൂട്ടുകാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തിമിംഗലത്തിന് വലിയ ലിവർ വരുന്നത്. തിമിംഗലത്തിന് ആഴക്കടലിൽ, ഉൾക്കടലിലാണ് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം കിട്ടത്തില്ല. സൂര്യപ്രകാശം കിട്ടാത്തത് കൊണ്ട് അതിൻ്റെ ലിവർ വലുതായി വന്നിട്ട് ആ സൂര്യപ്രകാശം കിട്ടുന്നവരോടൊപ്പം ആ ശരീരത്തിന് ആവശ്യമായ പ്രക്രിയകൾ നടത്തണം. എന്താണ് ഈ ലിവർ എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മുടെയൊക്കെ ലിവർ, നമ്മുടെയൊക്കെ കരളെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കെമിക്കൽ ഫാക്ടറിയാണ്. നമ്മുടെ ലിവർ എന്ന് പറയുന്നത്. ആ ലിവർ ധാരാളം ധർമ്മ ലിവറിൻ്റെ ഉണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വലിയ ലിവറുള്ള ജീവി ഏതാണെന്ന് ചോദിച്ചാൽ തിമിംഗലം. ആ തിമിംഗലത്തിനെ വരെ മനുഷ്യൻ വേട്ടയാടുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം വേട്ടയാടാനും അവർക്കൊക്കെ അവരുടേതായ ദൗർബല്യങ്ങളുമുണ്ട്. പക്ഷേ മനുഷ്യൻ ശ്രേഷ്ഠനാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയും. മറ്റുള്ളവരെക്കാൾ നമ്മുടെ സെൻസിറ്റീവാണ്. നമ്മുടെ സെൻസുകൾ. നമുക്ക് ലോകത്തെ കീഴടക്കാൻ കഴിയും. അങ്ങനെയാണോ പറയുന്നത്? നമുക്ക് ലോകത്തെയാണോ കീഴടക്കാൻ പറ്റുന്നത്? പ്രപഞ്ചത്തെ കീഴടക്കാൻ പറ്റും. നമ്മളിന്ന് നെപ്റ്റ്യൂണിലും പ്ലൂട്ടോയിലും വരെ പോകാൻ തയ്യാറെടുത്ത് നിൽക്കുക, പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സൂര്യനിലേക്ക് തന്നെ പോകാൻ ശ്രമിക്കുന്ന ഘട്ടം ആലോചിച്ച് നോക്കിയേ. നമ്മുടെ സൗരയൂഥത്തിൽ ഗോളാന്തര യാത്രയിൽ ഒക്കെ പോകാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ സൗരയൂഥത്തിന് പുറത്തുള്ള പഠനം നടത്തുന്ന കാര്യത്തിൽ ഇന്നൊരു പ്രപഞ്ചം മാത്രമല്ല, ധാരാളം പ്രപഞ്ചങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന അവസ്ഥയിൽ ഒക്കെ വന്നത് ഈ ശ്രേഷ്ഠമായ മനുഷ്യജീവിയാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച്, ഇത്രയും വലിയ ശ്രേഷ്ഠമായ ജീവിതവും ആണ് മനുഷ്യനുള്ളതെങ്കിൽ ആ ജന്മമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ജന്മം ആ ശ്രേഷ്ഠമായ ജന്മമാണ്. ആ ജന്മം ലഭിച്ചതിൽ നാം ഒക്കെ സന്തോഷിക്കണം, അഭിമാനിക്കണം. ഒന്നുകൂടെ ചിന്തിച്ച് നോക്കിയേ. മറ്റ് ജീവികളെ ഇനി ഞാൻ വീഡിയോയിൽ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇനി നിങ്ങളിപ്പോൾ മുതൽ ചെയ്യേണ്ടത് നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഓരോ ജീവിയെ നോക്കണം. പൂച്ച, പട്ടി, പല്ലി അഥവാ ഗൗളി, പഴുതാര, എറുമ്പ്, തേനീച്ച, ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടും തന്നെ കാണുന്ന ഓരോ ജീവികൾ, അവരുടെ ആ ജീവികൾക്കുള്ള കുറവുകൾ എന്താ, അവർക്ക് ആ കുറവുകളൊക്കെ പരിഹരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് നല്ല ഒന്നാന്തരം വീടുണ്ട്, തണുക്കുന്ന വെള്ളം കുടിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജുണ്ട്, ആഹാരം പാകം ചെയ്യണമെങ്കിൽ പാകം ചെയ്യാൻ പറ്റും, പാകം ചെയ്യാൻ നമുക്ക് ഗ്യാസുണ്ട്, വിറക് വേണമെങ്കിൽ വിറകടുപ്പുണ്ട്, നമുക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാൻ പറ്റുന്ന സംവിധാനമുണ്ട്, നമുക്ക് സ്കൂളിൽ പോകാൻ പറ്റും, നമുക്ക് കോളേജിൽ പോകാൻ പറ്റും, നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. എല്ലാം ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മൾ വളർന്ന് വികസിച്ചിരിക്കുന്നു മനുഷ്യജീവിതം. പക്ഷേ മറ്റ് ജീവികൾക്കോ 10,000 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു ഒരു കാക്ക, അതുപോലെയാണ് ഇന്നത്തെയും കാക്ക. തലമുറകളെ കാക്കകൾ ജീവിച്ച് പോകുന്നു. എന്താണ് ആ ജീവിതത്തിൻ്റെ അർത്ഥം? ഒരർത്ഥവും വരുന്നില്ല. നമ്മുടെ ജീവിതം അത്ര ശ്രേഷ്ഠമായ ജീവിതമാണ്. ധാരാളം ശ്രേഷ്ഠന്മാരായ മനുഷ്യരാണ് ഇന്ന് ഈ ലോകത്തെ ആകെ മാറ്റിമറിച്ചിരിക്കുന്നതെന്ന് ഓർക്കണം. ഈ ലോകത്താകെയുള്ള ശ്രേഷ്ഠന്മാരായ ജീവികൾ, അത് ധാരാളം സയൻറ്റിസ്റ്റുമാർ, ധാരാളം ഫിലോസഫർമാർ, അങ്ങനെ ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയവർ, അവരുടെയൊക്കെ കണ്ടുപിടുത്തത്തിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ ഈ രൂപത്തിൽ എല്ലാ സുഖലോലുപതയോടും കൂടി നമുക്ക് സന്തോഷിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയുന്നത്. അക്കൂട്ടത്തിൽ നമുക്ക് 10,000 വർഷം കഴിഞ്ഞാലും മറക്കാത്ത തരത്തിലുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ള ധാരാളം പ്രതിഭകളായിട്ടുള്ള ധാരാളം പേർ, നമുക്ക് മുമ്പ് പോയവർ, നമ്മുടെ സ്മരണയിൽ വരുന്ന പേരുകൾ. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ശാസ്ത്രത്തിൻ്റെ വിവിധ മേഖലകളിൽ അവർ നടത്തിയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ അത് ചെറുതല്ല. ധാരാളം കണ്ടുപിടുത്തങ്ങൾ അവർ നടത്തി. അവരതും കൊണ്ട് പോയില്ല, അവർ നമുക്ക് വിട്ടുതന്നു. അപ്പോൾ ഈ ശ്രേഷ്ഠ ജീവിതം ലഭിച്ച നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത്, നമ്മൾ ശ്രേഷ്ഠനാണ് എന്ന് അഭിമാനിക്കുന്നതോടൊപ്പം നമ്മുടെ ഈ ജീവിതത്തിൽ വരും തലമുറകൾക്ക് വേണ്ടി നമ്മളും എന്തെങ്കിലും സമ്പാദിച്ചു വെക്കണം. നമ്മുടേതായ കണ്ടുപിടുത്തങ്ങൾ, ശാസ്ത്രജ്ഞന്മാരാകാൻ പറ്റുന്നവർ ശാസ്ത്രജ്ഞന്മാരാകണം.
അതല്ല ഫിലോസഫർമാരാകാൻ പറ്റുന്നവർ ഫിലോസഫർമാരാകണം. അതല്ല വലിയ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന ഭരണക്രമങ്ങളുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ വ്യവസ്ഥകളിൽ ഏറ്റവും പുരോഗമിക്കപ്പെട്ട ഇന്ന് ജനാധിപത്യ വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത്. ആ ജനാധിപത്യത്തിനും കുറവുകളുണ്ട്. ആ കുറവുകളെ ഒന്ന് പരിഹരിച്ച് ശ്രേഷ്ഠമായൊരു വ്യവസ്ഥിതി ഉണ്ടാക്കിയെടുക്കാൻ, അത് ചിന്തിച്ചാലോചിച്ചാൽ ഓരോരുത്തരും ചിന്തിച്ച് ആലോചിച്ച് അവരുടെ കണ്ടെത്തലുകൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോഴാണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നത്. അത് വരും തലമുറയെ അനുകരിക്കുക ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ വരും തലമുറകൾക്ക് അനുകരിക്കാൻ കഴിയുന്ന തരത്തിൽ, അനുഭവിക്കാൻ കഴിയുന്ന തരത്തിൽ, ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ, സ്മരിക്കാൻ കഴിയുന്ന തരത്തിൽ കണ്ടെത്തലുകൾ നടത്തി സംഭാവന ചെയ്യുന്നവരിൽ ഒരാളായി എന്നെ കേൾക്കുന്ന ഓരോ കുഞ്ഞിത്തത്തയുടെ സുഹൃത്തുക്കളും ആയി മാറാനുള്ള ചിന്ത, ആ ധാരണ, ഒരു ദൃഢനിശ്ചയം നമ്മളിലൊക്കെ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ചെറിയ വീഡിയോ നിർത്തുന്നു. ഞാൻ അഡ്വക്കേറ്റ് KN മോഹൻദാസ്.